പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഹജ്ജിൻ്റെ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. പലരുമൊക്കെ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അല്ലാഹു തആല എല്ലാവരുടെയും ഹജ്ജും ഉംറയൊക്കെ മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. ഹജ്ജിന് പോവാത്ത അല്ലെങ്കിൽ അതിൻ്റെ അവസരം കിട്ടാത്ത ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഉംറക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടും അതിൻ്റെ സാഹചര്യങ്ങൾ ഒത്തുകിട്ടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു രൂപ പോലും ചിലവില്ലാതെ കൂടുതൽ ഒരു പ്രയാസവുമില്ലാതെ നിസ്സാരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 7 കാര്യങ്ങൾ, ഇത് ചെയ്താൽ ഒരു ഉംറ ചെയ്ത, ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു നമുക്ക് തരുമെന്നാണ്. അപ്പോൾ ഉസ്താദ്, അപ്പോൾ ഇനി തൊട്ട് ഹജ്ജിനൊന്നും പോകണ്ടല്ലോ, ഈ കാര്യം ചെയ്താൽ മതിയല്ലോ എന്ന് ചിലപ്പോൾ ചോദിക്കുന്നവരുണ്ടാകും. അതിനുള്ള മറുപടിയും ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്ത പ്രതിഫലം 1 രൂപ പോലും മുടക്കാതെ നമുക്ക് ഇൻഷാ അല്ലാഹ് കിട്ടും. മക്കയിൽ പോവാതെ, ഫ്ലൈറ്റ് കയറാതെ, തവാഫ് ചെയ്യാതെ നമുക്ക് നേടിയെടുക്കാം. അതെങ്ങനെയാണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലുണ്ടെന്ന് കേട്ടു നോക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന, സ്നേഹ, ആദരവുകൾ നിറഞ്ഞ, പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, വാപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പഠിച്ചവൻ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടുള്ള കാവലും അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രധാനിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവർ ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷകൾ പലതും കഴിഞ്ഞു, പലതും നടന്നുകൊണ്ടിരിക്കുന്നു, വരാനുണ്ട്. അല്ലാഹു എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പശ്ചിമേഷ്യയിലെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ ഒരുപാട് പ്രവാസികളായ കൂട്ടുകാരുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ സമാധാനം കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറും അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഈ വർഷം ഹജ്ജിനും ഉംറക്കൊക്കെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അതിന് അവസരം കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഹജ്ജും ഉംറയൊക്കെ മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ ദുആ വസിയത്ത് ഇഷ്ടം പോലെയാണ്. വായിച്ചാൽ തീരാത്ത തരത്തിൽ അത്രമാത്രം ദുആ വസിയത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഓരോ ആളുകൾക്കും ഓരോരോ വ്യത്യസ്തമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ. അപ്പോൾ അവരവരുടെ വിഷമങ്ങളൊക്കെ കമൻറ്റിലൂടെ ദുആ വസിയത്തായി എഴുതുന്നു. അല്ലാഹു തആല ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ ദുആ വസിയത്തൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ എഴുതുന്ന ഒരു ദുആ വസിയത്താണ്, ഉസ്താദേ, ഞങ്ങൾക്ക് ഉംറക്ക് പോകാൻ ആഗ്രഹമുണ്ട്, ഞാൻ ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, ഞാനും ഭാര്യയും കൂടി ഉംറക്ക് പോകാൻ കരുതിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സാമ്പത്തികം ശരിയാകുന്നില്ല, അല്ലെങ്കിൽ എന്താണ്, ശാരീരികമായ പല പ്രയാസങ്ങളുണ്ട്, അതുപോലെ തന്നെ കിഡ്നിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, കരളിന് പ്രശ്നമുണ്ട്, അതുകൊണ്ട് പോയാൽ എന്തായിരിക്കും അവിടെ അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, പിന്നെ അതല്ലാത്ത ചില ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് അവർക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരുപാട് പേര് ഉംറക്ക് പോവാൻ, ഹജ്ജിന് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ വർഷം ഒരുപാട് പേര് ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ചു. അവരൊക്കെ ഗവൺമെൻറ് വഴിയും അതുപോലെ തന്നെ പ്രൈവറ്റ് വഴിയൊക്കെ ഇങ്ങനെ പോകാനൊക്കെ ആഗ്രഹിച്ചിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല, അവർക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബേജാറാവണ്ട, ഇൻഷാ അല്ലാഹ്. നമ്മുടെ മനസ്സിൽ ആ ഒരു നീയത്തുണ്ടെങ്കിൽ, എനിക്ക് ഹജ്ജിന് പോകണം, ഉംറക്ക് പോകണം, ആ ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയ കാര്യമാണ്. ചില ആളുകളൊക്കെ ഹജ്ജിനും ഉംറക്കൊന്നും പൈസ ഒരുപാടുണ്ട്, പക്ഷെ പോകൂല. എന്താണ്, നമ്മളൊക്കിപ്പോൾ പോയിട്ട് എന്തിനാ, അങ്ങനെ ചിന്തിക്കുന്നവരാണ്. നമ്മൾക്കിപ്പോൾ ഉംറക്ക് പോയിട്ട് ഹജ്ജിന് പോയിട്ട് എന്തിനാ, തിരിച്ചു വന്നാലും എന്താണ്, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, അങ്ങനെ കരുതുന്ന ചില ആളുകളും ഉണ്ടാവാം. അങ്ങനെയൊന്നും കരുതരുത്. നമ്മൾ ഏത് സമയത്തും മരിച്ചു പോവേണ്ടവരാണ്. മക്കയിലോ മദീനയിലോ വെച്ച് ആണ് മരിക്കുന്നതെങ്കിൽ ഭയങ്കര ഭാഗ്യമാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. ഇപ്പം എത്രയോ ആളുകൾ മദീനയിൽ ചെന്ന് മരണപ്പെടുന്നവരുണ്ട്, മദീനയിൽ പോയി മരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എത്രയോ ആളുകൾ പറയും, ഉസ്താദേ, ഞാനൊക്കെ മദീനയിൽ പോകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ തിരിച്ചു വരൂല്ല, അങ്ങനെ കരുതിയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ എത്രയോ ആളുകൾ ഇങ്ങനെ പറഞ്ഞു പോകും, തിരിച്ചവർ വരും. പക്ഷെ ചില ആളുകളുണ്ട്, അവർ ആ ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അവർ ഉള്ളിൽ തന്നെ വെക്കും. എനിക്കറിയാമല്ലോ, എൻ്റെ നാട്ടുകാരനായ ഒരു വയസ്സായ വാപ്പ, അദ്ദേഹം ഒരുപാട് കഷ്ടം, ഈ ചായക്കട നടത്തി കിട്ടുന്ന പൈസ കൂട്ടി വെച്ചിട്ട് അവസാനം ഉംറക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം എല്ലാവരോടും യാത്ര പറഞ്ഞു.
അദ്ദേഹത്തിൻ്റെ കടയിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ എല്ലാവരെയും തേടിപ്പിടിച്ച് അന്വേഷിച്ച് പൊരുത്തം ചോദിച്ച് അവരോടൊക്കെ യാത്ര പറഞ്ഞ് അവസാനം പോയി മദീനയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഇന്നും ജന്നത്തുൽ ബഖീഇൽ അവിടെ മറമാടപ്പെട്ടിട്ടുണ്ട്. എത്രയോ മലയാളികൾ അവിടെ, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ മറമാടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വലിയ ഭാഗ്യവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരെ ആ നബിതങ്ങളെ അടക്കം ചെയ്യപ്പെട്ട അതേ രൂപത്തിലുള്ള മണ്ണിൽ അവിടെ അടക്കം ചെയ്യപ്പെടാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അള്ളാഹു തആല അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് മദീനയിൽ മരണപ്പെടാൻ, മക്കയിൽ മരണപ്പെടാൻ. അള്ളാഹു അവർക്കൊക്കെ അവസരം കൊടുക്കുമാറാവട്ടെ. കാരണം എന്നായാലും നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്, മരിക്കാതെ പോകില്ലല്ലോ. മരിക്കുന്ന സമയത്ത് നല്ല മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത്, പലരുമൊക്കെ ഈ രോഗത്തിൻ്റെ കാര്യം പറയും. ഇപ്പോൾ ഈ മൂത്രവാർച്ച ഉള്ള ആളുകളുണ്ടാവും. പുരുഷന്മാർക്ക് ഈ മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ ഞങ്ങൾ ഹജ്ജിന് പോയാൽ, ഉംറക്ക് പോയാൽ എങ്ങനെയായിരിക്കും ഉസ്താദെ, ഹജ്ജിന് പോയാൽ അത് പ്രശ്നമാകൂല ഈ മൂത്രം ഇങ്ങനെ പോകുന്നത് കൊണ്ട്? ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഈ മൂത്രവാർച്ച എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടായ അസുഖമല്ലല്ലോ. അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതലേ പലർക്കുമുണ്ട് ഈ അസുഖം. അപ്പോൾ മസ്അലകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉസ്താദുമാരോട് ചോദിച്ചാൽ അത് അവർ പറഞ്ഞു തരും. അതനുസരിച്ച് നമുക്ക് ഉംറക്ക് പോകാൻ പറ്റും, ഹജ്ജിന് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ചില സഹോദരന്മാരുണ്ടാകും. ബ്ലീഡിങ്, അത് ഈ മാസമുറയല്ല, അതല്ലാതെ ഇങ്ങനെ ബ്ലീഡിങ് ഓരോ ദിവസവും അല്പമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരൊക്കെ ബേജാറാണ്, ഞങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഹജ്ജിന് പോവുക അല്ലെങ്കിൽ ഉംറക്ക് പോയാൽ ഹജ്ജ് ഉംറയൊക്കെ ശരിയാവും എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടാകും. അതൊന്നും ഒരു കുഴപ്പമില്ല. അത് ഇന്നത്തെ കാലത്തുള്ള പെണ്ണുങ്ങൾക്കല്ല, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുമുള്ള പെണ്ണുങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, അതിനൊക്കെ കൃത്യമായ ഒരു സൊല്യൂഷൻ, അതിനൊക്കെ കൃത്യമായ ഒരു പരിഹാര മാർഗങ്ങൾ വിശുദ്ധമായ ദീനിൽ പണ്ഡിതന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഉംറക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ അമീറന്മാരോടൊക്കെ ചോദിച്ചാൽ അതൊക്കെ നമുക്ക് ചെയ്തു പോയാൽ അൽഹംദുലില്ലാഹ് റാഹത്തായി നമുക്ക് ഉംറയൊക്കെ ചെയ്ത് നമുക്ക് മടങ്ങി വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ശവ്വാൽ 6 നോമ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതലായി ചർച്ച ചെയ്യേണ്ട മാസമാണെന്നാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ മാസം അവസാന ആഴ്ചയോടുകൂടി ഈ ഗവൺമെൻറ് തലത്തിലുള്ള ഹജ്ജിൻ്റെ ആളുകളൊക്കെ ഹാജിമാരൊക്കെ പുറപ്പെടാനിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഈ പ്രൈവറ്റായി പോകുന്ന ഹാജിമാരൊക്കെ അതിനു മുമ്പ് തന്നെ ഈ ഏപ്രിൽ മാസത്തിൻ്റെ പകുതി കഴിയുമ്പോൾ തന്നെ പല ആളുകളും ഹജ്ജിനായിട്ട് പോകുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ശവ്വാൽ മാസം, അതുപോലെ ദുൽഖഅദ മാസം എന്നൊക്കെ പറഞ്ഞാൽ അത് ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന, ഹജ്ജിനായിട്ട് തയ്യാറാവേണ്ട മാസങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഉംറക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരൊക്കെ ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, പലർക്കും പറ്റുന്നില്ല. ഉംറക്ക് പോയവരോടും പോകാത്തവരോടും പോകാൻ ആഗ്രഹിക്കുന്നവരോടും പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകളിലേക്ക് നമുക്ക് കാണാൻ പറ്റും. നബി തങ്ങൾ പറയുകയാണ്, ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്താൽ ഒരു പരിപൂർണമായ ഉംറ ചെയ്ത പ്രതിഫലം അല്ലാഹു തആല തരുമെന്നാണ്. നല്ല രൂപത്തിൽ ഒരാൾ ഉംറ ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഒന്നാമത്തേത് സ്വർഗമാണ്. സ്വർഗം അള്ളാഹു അവനിക്ക് കൊടുക്കുമെന്നാൻ, അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു തആല പുറത്തു കൊടുക്കുമെന്നാൻ, മീസാൻ എന്ന തുലാസിൽ അള്ളാഹു അവനിക്ക് ഭാരം തൂക്കി കൊടുക്കുമെന്നാൻ, ഖബറിൻ്റെ ശിക്ഷയെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാൻ, അവൻ്റെ ജീവിതത്തിൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ലെന്നാൻ, മാത്രമല്ല സ്വർഗം കണ്ട് മരിക്കാനുള്ള അവസരം അള്ളാഹു തആല കൊടുക്കുമെന്നാൻ. അപ്പോൾ ഒരു മനുഷ്യൻ ഉംറ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഇതാണെങ്കിൽ ഹജ്ജ് ചെയ്താലോ പിന്നെന്താണ്? നേരെ സ്വർഗത്തിലേക്കാണെന്നാണ്. വേറെ ഒന്നുമില്ല. അവിടെ പിന്നെ വിചാരണ പോലുമില്ല. നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന തരത്തിൽ വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ഹജ്ജ്. ഹജ്ജ് ഇപ്പോൾ ചെയ്യണമെങ്കിൽ കുറഞ്ഞതും ഗവൺമെൻറ് വഴിയാണ് പോകുന്നത്, ഒരു 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 3.5 ലക്ഷം രൂപ വേണ്ടിവരും. അതിനേക്കാളൊക്കെ ചെലവ് കുറഞ്ഞതാണ് ഉംറ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു 70,000 രൂപ അല്ലെങ്കിൽ 75,000, 80,000, 85,000 അല്ലെങ്കിൽ കുറച്ചും കൂടിക്ക് ഹൈ ക്ലാസ് ആണെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെയാണ് ഇപ്പോൾ ഉംറ പാക്കേജുകൾക്ക് ഏകദേശം റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കൊടുക്കാനും ഇതൊക്കെ മുടക്കാനും ചിലപ്പോൾ നമ്മളിൽ പെട്ട പലർക്കും ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ 1-2 കാര്യങ്ങൾ ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ചില കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ ഉംറ ചെയ്തതുപോലത്തെ പ്രതിഫലമാണ്, ഹജ്ജ് ചെയ്തതുപോലത്തെ പ്രതിഫലമാണ് എന്ന് വിചാരിച്ച് ഇനി തൊട്ട് നാളെ തൊട്ട് അപ്പോൾ ഇത് ചെയ്താൽ മതി, അപ്പം ഇനി ഉംറക്കൊന്നും പോവണ്ട. അങ്ങനെയല്ല. ഉംറക്ക് പോകാൻ പറ്റുക, ഹജ്ജ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ചിലപ്പോൾ നമ്മളൊക്കെ സദാസമയം ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ. ഇപ്പോൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു വർഷം കാത്തിരുന്ന് ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസമാകുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുക. നമുക്കത് എല്ലാ വർഷവും ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. അതുപോലെ ഉംറ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനും പറ്റൂല. അപ്പോൾ ഉംറ ചെയ്താലും ഹജ്ജ് ചെയ്താൽ അതിൻ്റെതായ വലിയ പ്രതിഫലം അല്ലാഹു തആല തരും.
എന്നാൽ നമുക്ക് എല്ലാ ദിവസവും ഉംറ ചെയ്തത് പോലോത്ത, അത് പറയാം ഉംറ ചെയ്ത് അതേ കൂലി തന്നെയെന്നല്ല, അത് പോലോത്തൊരു പ്രതിഫലം അല്ലാഹു തആല നമുക്ക് തരും ചില കാര്യങ്ങൾ ചെയ്താൽ, 7 കാര്യങ്ങൾ ചെയ്താൽ. 1, മൻ സല്ലൽ ഫജ്രി ഫീ ജമാഅത്തിൻ സുമ്മ ഖഅദ യദ്കുറു. ഒരു മനുഷ്യൻ അവൻ സുബഹി നമസ്കാരം നിസ്കരിച്ചു, അതാണാവട്ടെ പെണ്ണാവട്ടെ, സുബഹി നമസ്കാരം നിസ്കരിച്ചു, എവിടെ, പള്ളിയിലാവട്ടെ വീട്ടിലാവട്ടെ, എന്നിട്ട് അവിടെ തന്നെ അയാൾ ഇരിക്കുകയാണ്, അവിടെ തന്നെ ഇരുന്നു ഉദയം വരെ. അതായത് ഇപ്പോൾ സുബഹി ബാങ്ക് ഒരു 5:15 ഒരു അയാൾ ഇപ്പോൾ ജമാഅത്ത് നിസ്കരിക്കാൻ ഇപ്പോൾ അരമണിക്കൂറാണ് പല പള്ളികളിലും. അപ്പോൾ 5:45 ആകുമ്പോൾ എന്തായി, ഇക്കാമത്ത് കൊടുത്തു, അയാൾ ജമാഅത്തോടു കൂടി നിസ്കരിച്ചു. അല്ലെങ്കിൽ ഒരു നമ്മുടെ വീട്ടിലുള്ള ഉമ്മ അവർ 5:15 സമയത്ത് സുബഹി ബാങ്ക് വിളിച്ചു, പിന്നെ ഒരു 5:30 അല്ലെങ്കിൽ 5:45 അല്ലെങ്കിൽ 6 മണിക്കോ അവർ സുബഹി നമസ്കരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നു, ആ മുസല്ലയിൽ തന്നെ ഇരുന്നു. എന്നിട്ട് കുറച്ച് ദിക്റും സ്വലാത്തും ഒക്കെ ആയിട്ട് ഖുർആനോത്തൊക്കെ ആയിട്ട് അവരങ്ങനെ കഴിഞ്ഞുകൂടി. അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 6:30 ഒക്കെ ആകുമ്പോൾ, 6:30 അല്ലെങ്കിൽ 6:35 6:40 ആകുമ്പോഴാണ് എന്ത്, ഉദയം ഉണ്ടാവുക. ഉദയം വരെ അവരിങ്ങനെ ദിക്റും സ്വലാത്തും ഖുർആനോത്തൊക്കെ ആയിട്ട് കഴിഞ്ഞു. എന്നിട്ട് ഉദയം കഴിഞ്ഞിട്ട് 2 റക്അത്ത് ഇശ്റാഖ് നിസ്കാരം, 2 റക്അത്ത് ഇശ്റാഖ് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടി 2 റക്അത്ത് ഒരു ഇശ്റാഖ് നിസ്കാരം നിസ്കരിച്ചു. എന്നാൽ അവനക്ക് കിട്ടുന്ന അജ്രി കഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മത്തിൻ താമ്മ. നബി തങ്ങൾ പറയുന്നു, പൂർണ്ണമായ ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം അല്ലാഹു അവനിക്ക് കൊടുക്കുന്നതാണ്. ഇത് ഇമാം തുർമുദി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ സുബഹി നിസ്കാരം അത് കൃത്യമായി നിസ്കരിച്ചു, കളാക്കിയില്ല, കൃത്യമായി നിസ്കരിച്ചു. എന്നിട്ട് ഉദയം വരെ അയാൾ ദിക്റും സ്വലാത്തും തസ്ബീഹും അതുപോലെ തന്നെ ദുആയും സ്വലാത്തും പിന്നെ ഖുർആനോത്തും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി. എന്നിട്ട് ഉദയം കഴിഞ്ഞിട്ട് 2 റക്അത്ത് ഇശ്റാഖ് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. എന്നാൽ അയാൾക്ക് എന്ത് പ്രതിഫലം കിട്ടും, ഉംറ ചെയ്ത ഹജ്ജ് ചെയ്ത പ്രതിഫലം പോലോത്ത ഒന്ന് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. ഇനി 2, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ, നമുക്ക് എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ഒന്നിടവിട്ട ദിവസമെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ. ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്കട്ടാ. 2ാമത്തെ കാര്യം, ഈ ചില ആളുകൾ പറയും ഉസ്താദ് ഇതിപ്പോൾ ഈ ഉദയം വരെയൊക്കെ അങ്ങനെ ഇരിക്കണ്ടേ, അത് പ്രയാസമാണല്ലോ. വേണ്ട, ഒരു എളുപ്പമുള്ള കാര്യം പറഞ്ഞു തരാം. എന്താണ്, ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആയിഷ ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 3 വട്ടം നീ പറഞ്ഞാൽ, എന്ത് പറയണം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ, നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലം അല്ലാഹു നിനക്ക് തരുന്നതാണ്. എപ്പോൾ പറയണം, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആയത്തുൽ കുർസി ഓതും. നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മര്യാദകൾ പാലിച്ച് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു ദിക്റും കൂടി പറഞ്ഞാൽ, 3 വട്ടം പറഞ്ഞാൽ ഒരു ഉംറയുടെ പ്രതിഫലം കിട്ടുമെന്നാണ്. ഇനി 3ാമത്തേത്, മറ്റൊരു ഹദീസിൽ കാണാം, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ ഖാല, ഒരുവൻ പറഞ്ഞാൽ, ഫീ ദുബരി സ്വലാത്തി സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഒരാൾ പറഞ്ഞാൽ, സുബഹി നമസ്കാരത്തിന് ശേഷം അതുപോലെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അയാൾ അത്തഹിയാത്ത് ഓതി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അത്തഹിയാത്ത് സലാം വീട്ടി, എന്നിട്ട് അതേ രൂപത്തിൽ കൂടുതൽ അനക്കൊന്നും അനങ്ങാതെ അതേ രൂപത്തിൽ തന്നെ ഇരിക്കുന്നു. ഇനി കസേരയിൽ നിസ്കരിക്കുന്ന ഉമ്മമാരാണെങ്കിൽ ആ കസേരയിൽ തന്നെ ഇരിക്കുക. എന്നിട്ട് പറയണമെന്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നോ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 2 രൂപത്തിലും ഹദീസ് വന്നിട്ടുണ്ട്. യുഹ്യി വയുമീതു എന്ന് ചേർത്ത് പറയാം, അല്ലെങ്കിൽ അത് ചേർക്കാതെയും പറയാം. അങ്ങനെ ഒരാൾ 10 പ്രാവശ്യം പറഞ്ഞാൽ, കൂട്ടത്തിൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് 7 വട്ടം പറഞ്ഞാൽ അള്ളാഹു അവനിക്ക് പദവികൾ ഉയർത്തി കൊടുക്കുന്നതാണ്, നന്മകൾ കൊടുക്കുന്നതാണ്, തിന്മകൾ മായ്ച്ചു കളയുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഉംറ ചെയ്ത പ്രതിഫലവും അള്ളാഹു കൊടുക്കുന്നതാണ്. 4ാമത്തെ കാര്യം, ഒരാൾ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പോവുകയാണ്, വീട്ടിൽ തന്നെ നല്ല രൂപത്തിൽ വുളുവെടുത്തു, എന്നിട്ട് ഫർദ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് അയാൾ നടന്നു പോയി. ബൈക്കിലല്ല, സൈക്കിളിലല്ല, കാറിലല്ല, ബസ്സിലല്ല, ട്രെയിനിലല്ല, നടന്നയാൾ പള്ളിയിലേക്ക് പോയാൽ ഓരോ ചവിട്ടടിക്ക് പകരമായും അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഉംറ ചെയ്ത പ്രതിഫലം പോലോത്ത ഒന്നല്ലാഹു എനിക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ്. വീട്ടിൽ നിന്ന് ഒതു കൊടുത്തിട്ട് പോകണം. അപ്പോൾ ഉമ്മമാരെ, നിങ്ങൾ വീട്ടിൽ തന്നെ ഒതു കൊടുത്തിട്ട് വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി. മനസ്സിൽ ഇത് വേണം, പഠിച്ചോനെ എനിക്കിപ്പോൾ പള്ളിയിലേക്ക് ഞാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കുന്നത്, അള്ളാഹു എനിക്കും ആ പ്രതിഫലം തരണേ എന്ന് എൻ്റെ ഉമ്മച്ചിമാർ കരുതിയാൽ നിങ്ങൾക്കും ആ പ്രതിഫലം ഇൻഷാ അല്ലാഹ് പടച്ചോൻ തരും.
പിന്നെയോ മറ്റൊരു കാര്യം, ഒരാൾ ളുഹാ നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്നും പുറപ്പെട്ടാൽ, ദുഹാ നമസ്കാരം അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് അതിനുശേഷം തൊട്ട് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ളുഹാ നിസ്കാരം. അതേത് സമയം വരെ? ളുഹറിൻ്റെ സമയം വരെ ഉണ്ട്. അപ്പോൾ ആ ളുഹാ നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്നും വുളുവൊക്കെ എടുത്തിട്ട് പള്ളിയിലേക്ക് ഒരാൾ നടന്നു പോയാൽ കാനക മുഅ്തമിരിൻ, അയാൾ ഉംറ ചെയ്തവനെ പോലെയാണോ, ഉംറ ചെയ്ത പോലത്തെ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മനസ്സിലുള്ള നീയത്തുണ്ടെങ്കിൽ അതെന്താണ്? അത് അയാൾ ആ അമൽ ചെയ്തതുപോലെയാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഹജ്ജിന് പോകാൻ ഈ വർഷം കിട്ടിയവരുണ്ട്. അവർ ഹജ്ജിനൊന്നും പോയിട്ടില്ല, അവരിപ്പോൾ ഹജ്ജ് ക്ലാസ്സിൽ പങ്കെടുത്തു. അതുപോലെ ഹജ്ജിന് വേണ്ടിയുള്ള ആദ്യത്തെ 2-3 ഗഡു പൈസയൊക്കെ അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരോടൊക്കെ പതിയെ യാത്രയൊക്കെ പറഞ്ഞു വരുന്നു, കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരുന്നു. അവരിപ്പോൾ ഹറമിൽ പോയിട്ടില്ല, ഫ്ലൈറ്റ് കയറിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ മനസ്സിലെന്താണ്? എനിക്ക് ഹജ്ജിന് പോകണം, ഈ വർഷം ഞാൻ ഹജ്ജിന് പോകും, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അവരുടെ നിയ്യത്ത് എന്താണ്? ഹജ്ജിന് വേണ്ടി പോവലാണ്. പക്ഷെ അവരാരാണ്? ഈ സമയത്ത് തന്നെ അവരാരാണ്? ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പോലെയാണ്. ആ ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം അവർക്ക് ഇപ്പോഴേ ഇങ്ങനെ പതിയെ കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? ആഗ്രഹിക്കുക, എനിക്ക് ഉംറക്ക് പോകണം, എനിക്ക് ഹജ്ജിന് പോകണം എന്നുള്ള ആഗ്രഹം മനസ്സിലുള്ളിടത്തോളം കാലം നമുക്കതിൻ്റെ പ്രതിഫലം അല്ലാഹു തആല ആഗ്രഹിക്കുക. ചിലപ്പോൾ ഇപ്പം തന്നെ കിട്ടിക്കൊള്ളുന്നത്, ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കാം, ചിലപ്പോൾ ഈ മാസം തന്നെ ഉംറക്ക് പോകാൻ പറ്റാം. അപ്പോൾ മനസ്സിൽ എപ്പോഴാണോ ആഗ്രഹം ഉണ്ടാകുന്നത് ആ ആഗ്രഹത്തിനനുസരിച്ച് അല്ലാഹു പ്രതിഫലം തരുന്നതാണ്. പിന്നെയോ മറ്റൊരു കാര്യം കൂടി, മാമിൻ റജുലിൻ ബാരിൻ യൻദുറു ഇലാ വാലിദൈഹി നളറ റഹ്മത്തിൻ. ഒരു മനുഷ്യൻ അവൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്തേക്ക് ഒരു കരുണയുടെ നോട്ടം നോക്കിയാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹജ്ജിൻ്റെ ഒരു ഉംറയുടെ പ്രതിഫലം പോലോത്ത ഒന്ന് പടച്ചവൻ കൊടുക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, വാപ്പമാരെ, വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഉമ്മച്ചിമാരെ നിങ്ങൾ ഈ കാര്യമൊക്കെ ചെയ്താൽ നിങ്ങൾക്കും ഉംറയുടെ പ്രതിഫലമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പൈസ മുടക്കി ചെയ്യേണ്ട കാര്യമൊന്നും ഒരു പൈസ മുടക്കുമില്ലാതെ, ഒരു രൂപ പോലും നമ്മൾ മുടക്കാതെ നമുക്ക് ഉംറ ചെയ്തത് പോലോത്ത പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഞാൻ ചെയ്യുക, നിങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പരിശുദ്ധമായ ഹറമുകളിൽ ചെന്ന് ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം തരട്ടെ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലത്തൊരു പ്രതിഫലം നേടുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.